എല്ലാവർക്കും PSC സഹായിലോട്ട് സ്വാഗതം. ഇക്കഴിഞ്ഞ കൊല്ലം കണ്ണൂർ LDCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്താണ്? ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. എന്താണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പദ്ധതി? മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി. 1947 ജൂൺ 3 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്നറിയപ്പെടുന്ന ഒരു പദ്ധതി അദ്ദേഹം പുറത്തിറക്കി. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമറ്റ് ആറ്റ്ലി അധികാരം കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ അന്തിമ വൈസ്രോയിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഈ നിയമമനുസരിച്ച് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പാർലമെൻറ്റ് ബ്രിട്ടീഷ് ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ വിഭജിച്ചു. 1947 ജൂലൈ 18 ഈ നിയമത്തിന് രാജകീയ ഉടമ്പടി ലഭിച്ചു. 1947 ഓഗസ്റ്റ് 15 പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശ് അടങ്ങുന്ന പാകിസ്ഥാനും ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യയും പ്രവർത്തനത്തിൽ വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളായ സിഖ് കമ്മ്യൂണിറ്റിയും മുസ്ലിം ലീഗും ജൂൺ 3 പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവുമായി യോജിച്ചു. എന്താണ് ഈ ജൂൺ 3 പ്ലാൻ? നമുക്ക് നോക്കിയാലോ. ഇതൊക്കെ ചിലപ്പം പ്രസ്താവന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് തെറ്റാതെ ഇതൊന്ന് മനസ്സിരുത്തി നിങ്ങൾ വായിച്ച് നോക്കുക, റിപ്പീറ്റായിട്ട് കേട്ട് നോക്കുക കേട്ടോ. ജൂൺ 3 പ്ലാനിൻ്റെ രണ്ടാമത്തെ പേരാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. 1947 ജൂൺ 3 ഇത് പ്രഖ്യാപിച്ചത്. ജൂൺ 3 പദ്ധതിയുടെ തത്വങ്ങൾ ഇവയായിരുന്നു. 1. ഇന്ത്യയുടെ വിഭജനത്തെക്കുറിച്ചുള്ള അഭിപ്രായം ബ്രിട്ടൻ സർക്കാർ അംഗീകരിച്ചു. തത്വങ്ങളാണ് കേട്ടോ. രൂപീകരിക്കാൻ പോകുന്ന സർക്കാരുകൾക്ക് ഡൊമിനിയൻ പദവി നൽകും. ഇരു രാജ്യങ്ങൾക്കും പരമാധികാരവും സ്വയം ഭരണവും ലഭിക്കും. ഇരു രാജ്യങ്ങൾക്കും അവരുടെ ഭരണഘടന ഉണ്ടാക്കാൻ അവകാശമുണ്ടായിരുന്നു. അടുത്തത്, ഭൂമിശാസ്ത്രപരമായ പദവിയും ജനങ്ങളുടെ തിരഞ്ഞെടുപ്പും മുൻനിർത്തി ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അവകാശം നാട്ടുരാജ്യങ്ങൾക്ക് നൽകി. ഇതാണ് തത്വങ്ങൾ. അതുപോലെ തന്നെ 1947 ജൂൺ 3 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്നറിയപ്പെടുന്ന ഒരു പദ്ധതി അദ്ദേഹം പുറത്തിറക്കിയായിരുന്നു. അതിൽ കുറച്ച് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളും കൂടെ നമുക്ക് നോക്കാം. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയാണ്. ഇന്ത്യയുടെ വിഭജനം ഇന്ത്യയുടെ ആധിപത്യവും പാകിസ്ഥാൻ്റെ ആധിപത്യവും. ഇന്ത്യയും പാകിസ്ഥാനും പുതുതായി രൂപീകരിച്ച രാജ്യങ്ങൾക്കിടയിൽ പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റെയും വിഭജനം. ഇതാണ് പ്രസ്താവന രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഓരോ ഗവർണർ ജനറലിനെ നിയമിക്കും. അവൻ കിരീടത്തെ പ്രതിനിധീകരിക്കും. നാട്ടുരാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് നിയന്ത്രണം പിൻവലിക്കുന്നു. 2 പുതിയ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചേരാം. ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവി നിർത്തലാക്കി. ബ്രിട്ടീഷ് ഭരണാധികാരി അത് ഉപയോഗിക്കാൻ പാടില്ല. പുതുതായി രൂപം കൊണ്ട ഇന്ത്യയുടെയും പാകിസ്ഥാനെയും 2 രാജ്യങ്ങൾക്കിടയിൽ സംയുക്ത സ്വത്തുക്കൾ വിഭജിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സജ്ജീകൃത സേനകളുടെ വിഭജനം. ഒന്നും കൂടെ പറയാം, ഏതൊക്കെയായിരുന്നു? ഇന്ത്യയുടെ വിഭജനം ഇന്ത്യയുടെ ആധിപത്യവും പാകിസ്ഥാൻ്റെ ആധിപത്യവും. ഇന്ത്യയും പാകിസ്ഥാനും പുതുതായി രൂപീകരിച്ച രാജ്യങ്ങൾക്കിടയിൽ പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റെയും വിഭജനം. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഓരോ ഗവർണർ ജനറലിനെ നിയമിക്കും. അവൻ കിരീടത്തെ പ്രതിനിധീകരിക്കും. നാട്ടുരാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് നിയന്ത്രണം പിൻവലിക്കുന്നു. 2 പുതിയ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചേരാം. ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവി നിർത്തലാക്കി. ബ്രിട്ടീഷ് ഭരണാധികാരി അത് ഉപയോഗിക്കാൻ പാടില്ല. പുതുതായി രൂപം കൊണ്ട ഇന്ത്യയുടെയും പാകിസ്ഥാനെയും 2 രാജ്യങ്ങൾക്കിടയിൽ സംയുക്ത സ്വത്തുക്കൾ വിഭജിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സജ്ജീകൃത സേനകളുടെ വിഭജനം. ഇതൊക്കെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വ്യവസ്ഥകൾ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 സവിശേഷതകളും കൂടി നമുക്ക് നോക്കിയിട്ട് പോകാം. ഓക്കെ. 1. പുതുതായി രൂപീകരിച്ച 2 ആധിപത്യ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ പ്രദേശത്ത് നിന്നും പിറവിയെടുക്കേണ്ടതായിരുന്നു. ഇവ പാകിസ്ഥാനും ഇന്ത്യയുമായിരുന്നു. 2. 1947 ഓഗസ്റ്റ് 15 വിഭജനം പ്രാബല്യത്തിൽ വരുന്ന ദിവസമായി നിശ്ചയിച്ചു. 3. കിഴക്കൻ ബംഗാൾ, സിന്ധ്, പടിഞ്ഞാറൻ പഞ്ചാബ്, ബലൂചിസ്ഥാൻ പ്രവിശ്യ എന്നിവയാണ് പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തേണ്ട പ്രദേശങ്ങൾ. 4.
ഖൈബർ പക്തൂൺഖോയുടെയും സിൽഹത്ത് ജില്ലയുടെയും വിധി വോട്ടിൻ്റെ അനന്തരഫലത്താൽ അപകടത്തിലായി. 5. 1935 ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ബംഗാളിൻ്റെയും പഞ്ചാബിൻ്റെയും അധികാരപരിധി നിലവിലില്ല. 6. പശ്ചിമ പഞ്ചാബും കിഴക്കൻ പഞ്ചാബും സ്ഥാപിക്കപ്പെട്ടു. 7. ഗവർണർ ജനറൽ തിരഞ്ഞെടുക്കേണ്ട അതിർത്തി കമ്മീഷനാണ് പുതിയ ആധിപത്യങ്ങളുടെ അതിർത്തികൾ നിശ്ചയിക്കേണ്ടത്. 8. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഭരണഘടന നിർമ്മിക്കേണ്ടത്. 9. 1947 ഓഗസ്റ്റ് 15 അതിനു മുമ്പോ സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കണം. ഇതൊക്കെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 സവിശേഷതകൾ. എന്തുകൊണ്ടാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി തിരഞ്ഞെടുത്തതെന്നറിയണ്ടേ? അതും കൂടെ നോക്കാം. 1948 ജൂൺ 30 ഇന്ത്യക്ക് അധികാരം കൈമാറാൻ മൗണ്ട് ബാറ്റൻ പ്രഭു ഉത്തരവിട്ടു. രക്തച്ചൊരിച്ചിലും കലാപവും ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിനായി അദ്ദേഹം അത് 1947 ഓഗസ്റ്റിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1947 ജൂലൈ 4 ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ അവതരിപ്പിച്ചു. ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ പാസാക്കുകയും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ, ഇത് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇട്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.